ബി.ജെ.പിക്ക് കേരളത്തിൽ ആരധികാരത്തിൽ വരണമെന്നാണ് താല്പര്യം? ബി.ജെ.പിക്ക് സ്വമേധയാ അധികാരത്തിൽ വരാനുള്ള രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിലില്ല. കേരളത്തിൽ LDF, UDF രണ്ട് മുന്നണികളാണ് ഉള്ളത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പൊസിഷൻ എന്നുള്ളത് കൗതുകകരമാണ്. ചില മണ്ഡലങ്ങളിൽ ദുർബലമായ സ്ഥാനാർത്ഥികൾ എന്ന വിമർശനം ഇവിടെ ഉയർന്നു കഴിഞ്ഞു. നോക്കൂ, സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പരമാവധി വോട്ടുകൾ സമാഹരിച്ച് ജയിക്കുക, സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ ഒരു തന്ത്രപരമായ സമീപനം സ്വീകരിക്കുക. ഇത് രാഷ്ട്രീയ അന്തർനാടകങ്ങളുടെ ഭാഗമായി പലയിടങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഒരു വാദമാണ്. നിങ്ങൾ കേരളത്തിൽ ആര് ഭരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? കേരളത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് NDAയുടെ മുന്നണിയുടെ മുഖ്യമന്ത്രി ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് പ്രചരണം നയിക്കുന്നത്. ചേട്ടാ, ഇതേപോലെയാണ് ത്രിപുര ഇലക്ഷൻ നടക്കുമ്പോഴും ഇതേ ആക്ഷേപ രീതിയിലുള്ള പല കോണുകളിൽ നിന്നുള്ള ആക്ഷേപം ഞങ്ങൾ കേട്ടതാണ്. നിങ്ങൾ ഭരണത്തിലേക്ക് എത്താൻ പോകുന്നുണ്ടോ? നിങ്ങൾ എങ്ങനെ ഭരണത്തിൽ വരും? നരേന്ദ്രമോദി എല്ലാ ദിവസവും വന്നെന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾ ജയിക്കുമോ എന്ന് ചോദിച്ചു. 1%, 1.5% വോട്ടുണ്ടായിരുന്ന ത്രിപുരയിൽ അത് പോസിബിളാണ് എങ്കിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും അത് പോസിബിളാണ്. ഞങ്ങൾ വളരെ കോൺഫിഡൻ്റായി പറയുന്നു, കേരളത്തിൻ്റെ ഗതി മാറ്റുന്ന, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചക്രത്തെ കൃത്യമായി ഒരു അടയാളപ്പെടുത്തലുകളിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും 2026 നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ മെറിറ്റ് എന്ത്, ഡിമെറിറ്റ് എന്ത് എന്നുള്ളത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. അത് ഞങ്ങളുടെ മുന്നണിക്ക് അതിന് കൃത്യമായിട്ടുള്ളൊരു ഫങ്ഷനിങ് ഉണ്ട്. അതിന് കൃത്യമായി ആ ധാരണകൾ ഞങ്ങൾക്കുണ്ട്. പിന്നെ വസന്തം തെങ്ങും പള്ളിയും അതുപോലെ അല്ലെങ്കിൽ CPM-ഉം കോൺഗ്രസും, ഞാൻ വ്യക്തിപരമായി പോകുന്നില്ല, CPM-ഉം കോൺഗ്രസും ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണമെന്ന് അവർക്ക് തമ്മിൽ ആലോചിക്കാം. കാരണം അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുള്ളത് കൊണ്ട് അവർക്ക് പരസ്പരം ആലോചിച്ച്, ഇപ്പോൾ മരുമകൻ്റെ സീറ്റിൽ നിങ്ങൾ നിൽക്കണ്ട, കൈപ്പത്തി മാറ്റി കൊടുത്തിട്ട് ഗ്യാസ് ചിഹ്നത്തിൽ അൻവറിനെ നിർത്തും. അൻവർ ആരാ? ഒരു കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിതൃതുല്യനാണെന്ന് പറഞ്ഞിരുന്ന ആളാണ് അൻവർ. ആ അൻവറിനെ കൊണ്ടുവന്ന് മരുമകൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടത്താൻ പറ്റുന്ന ബേപ്പൂർ പോലൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്തുകൊണ്ട് കൈപ്പത്തി ചിഹ്നത്തെ മാറ്റിയിട്ട് ഇദ്ദേഹത്തെ വച്ചു കൊടുത്തു എന്ന് ചോദിച്ചാൽ വസന്ത തെങ്ങുംപള്ളിയൊക്കെ പറയണം, അവിടെ കൈപ്പത്തി മാറ്റിയിട്ട് വെച്ചത് ഗ്യാസ് കുറ്റിയാണ്. അപ്പോൾ ഗ്യാസ് കുറ്റിയെ പോലെ തുറന്നു വിടുമ്പോൾ അങ്ങ് പറന്നു പോകുന്ന നിലയിലേക്ക് കോൺഗ്രസ് മാറിയോ എന്നൊക്കെ പറയേണ്ടത് വസന്തം തെങ്ങുംപള്ളിയാണ്. ഞാൻ ആ കാര്യത്തിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ കൃത്യമായിട്ടുള്ള, നിങ്ങൾ നോക്കൂ, സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ, കഴിഞ്ഞ കാലഘട്ടത്തിൽ സ്വർണം കെട്ടതാരപ്പ സഖാക്കളാണേ അയ്യപ്പ എന്ന് പാട്ടിറക്കിയ കോൺഗ്രസ്സുകാർ എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് മിണ്ടാത്തത്? അപ്പോൾ സഖാക്കളാണേ അയ്യപ്പ എന്ന് ആ പാട്ടിറക്കുമ്പോൾ സ്വർണം കെട്ടതാരപ്പ സഖാക്കളാണേ അയ്യപ്പ എന്ന് പറയുമ്പോൾ കൂട്ടുനിന്നതാരപ്പ UDF ആണേ അയ്യപ്പ എന്ന് പാടേണ്ടി വരും. ഒരു പാട്ടിറക്കിയാൽ എന്താ? ബി.ജെ.പി വിഷയമായി അല്ല, ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർ ഇറക്കിയ പാട്ടെന്താ? ആ തെരഞ്ഞെടുപ്പിൽ ആ പാട്ടിറങ്ങുമ്പോൾ കേസെടുത്തതിൻ്റെ പേരിൽ ഇവർ പറഞ്ഞതെന്താ? എല്ലാ തെരഞ്ഞെടുപ്പിലും ഇനി ആ പാട്ട് വരും എന്ന് പറഞ്ഞു. അന്ന് ഇവർ ഇറക്കിയ പാട്ട് ഇങ്ങനെയാണ്, സ്വർണം കെട്ടതാരപ്പ സഖാക്കളാണേ അയ്യപ്പ എന്ന് പറഞ്ഞ് ഇവർ നേട്ടമുണ്ടാക്കിയവർക്ക് ഇന്ന് സ്വർണം കെട്ടതാരപ്പ സഖാക്കളാണേ അയ്യപ്പ എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത വരിയായി കൂട്ടുനിന്നതാരപ്പ സോണിയാഗാന്ധിയാണേ അയ്യപ്പ എന്ന് പാടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അവരത് പിന്നിലേക്ക് വലിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞതാണ്. സ്വർണ്ണക്കൊള്ളയും ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളും ഞങ്ങളെ സംബന്ധിച്ച് കേവലമായ ഇലക്ഷൻ വിഷയം മാത്രമല്ല. ഞങ്ങളത് എല്ലായ്പ്പോഴും പറയും, ഞങ്ങൾ ഇന്നും പറയുന്നുണ്ട്, നാളുകളിലും പറയും. അതിന് നേരെ ഉണ്ടായിട്ടുള്ള ഏത് തരത്തിലുള്ള കടന്നുകയറ്റത്തെയും തടുക്കുന്നതിന് വേണ്ടി BJPയുടെ ഓരോ പ്രവർത്തകനും അത് ഏതറ്റം വരെ പോകേണ്ടി വരുന്നോ ആ അറ്റം വരെ. ഒരു ഘട്ടത്തിൽ ഇവിടെ യുവതീ പ്രവേശനം നടന്നപ്പോൾ എല്ലാം ചെയ്ത് ഞങ്ങളാണെന്ന് പറഞ്ഞ VD സതീശനും ഈ പറയുന്ന രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിന് മുന്നിൽ ഷെഡ് കെട്ടിയിരുന്ന സമയത്ത് ആ ശബരിമലയുടെ ആ മലകളിൽ ചെന്ന് ആ റോഡിൽ കിടന്ന് ഉറങ്ങി അവിടെ പോലീസിന്റെ ബൂട്ടിലെ ചവിട്ട് വാങ്ങിയത് BJPയുടെയും സംഘപ്രസ്ഥാനങ്ങളുടെ ആളുകളാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. അപ്പൊ കേരളത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരാതിരിക്കാനുള്ള കേവലമായ എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഇതൊക്കെ എപ്പോഴോ കഴിഞ്ഞു പോയ വിഷയമാണ്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ യഥാർത്ഥ വിഷയങ്ങൾ മറയ്ക്കാനുള്ള പുകമറ എന്നുള്ളതാണല്ലോ BJPയുടെ പോയിന്റ്. ശരി.